ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ ടി വിയൊക്കെ ചില വീടുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതും അത്രയും സമ്പന്നരായ ആളുകളുടെ വീട്ടിൽ. പാവങ്ങളുടെയൊക്കെ വീട്ടിൽ അന്ന് റേഡിയോ അല്ലെങ്കിൽ ടൈപ്പ് റെക്കോർഡ് ഇതൊക്കെയായിരുന്നു. പട്ടയും ഓടുമൊക്കെ ഇട്ട് മേഞ്ഞ വീടുകളിൽ നിന്ന് റേഡിയോൻ്റെയൊക്കെ ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നത് ഓർമ്മ വരികയാണ്. അതിനോടൊപ്പം തന്നെ പണ്ടൊക്കെ വീടുകളിലൊക്കെ മുഴങ്ങിക്കേട്ടൊരു ശബ്ദമുണ്ട്. ആ ശബ്ദമാണ് MP അബ്ദുസ്സമദ് സമദാനി സാഹിബിൻ്റെ മദീനയിലേക്കുള്ള പാത എന്നുള്ള വിഷയം. ഒരുപാട് കേട്ടാലും മതിവരാത്ത പ്രഭാഷണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യം പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് തന്നെ സമദാനി സാഹിബിൻ്റെ. എൻ്റെ വീട്ടിൽ ടൈപ്പ് വെക്കാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ, ഒരു ചുമരിൽ ഒരു കൂടുണ്ടാക്കിയിരുന്നു. അത് ടൈപ്പ് വെക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ചില്ലറ സാധനങ്ങളൊക്കെ ഇട്ടേക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ടൊക്കെ പാവങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പൈസക്കാരിലൊക്കെ അന്നൊക്കെ അത്യാവശ്യം ഷോക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പാവങ്ങളുടെ ഓല മേഞ്ഞതാണെങ്കിലും കൂടിട്ട വീടാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ചുമർക്കൂടുണ്ടായിരുന്നു. ഇന്നത്തെ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചുമരക്കൂട് എന്ന് പറയുന്നത്. പഴമക്കാർ ചോരക്കൂട് എന്നാണ്, ചോര് എന്നാണ് പണ്ട് വിളിച്ചിരുന്നത്. ചുമര് എന്നല്ലായിരുന്നു ചോര്, പഴയ ആളുകളൊക്കെ. അതിലിങ്ങനെ ടൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ മുഴങ്ങി കേട്ടിരുന്നു സമദാനി സാഹിബിൻ്റെ പ്രഭാഷണം. ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രഭാഷണം കേൾക്കുന്നത് ടൈപ്പ് റെക്കോർഡല്ല. അതും ലോകാവസാനവും പരലോകവും മതത്തിലും ശാസ്ത്രത്തിലും എന്നുള്ളൊരു വിഷയം. എത്ര കേട്ടാലും മതി വരാത്ത ഒരു പ്രഭാഷണമാണ്. പിന്നീട് കേട്ടത് മദീനയിലേക്കുള്ള പാത. ആ ലോകാവസാനവും പരലോകവും മതത്തിലും ശാസ്ത്രത്തിലും എന്നുള്ള വിഷയം വലിയൊരു വിഷയമാണ്. ആ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ മരണത്തെക്കുറിച്ച് പറയുന്നതാണ്. എന്താണ് അതിലെ ഓരോ വരികളും വാക്കുകളൊക്കെ വളരെയേറെ നമുക്ക് ആ മരണത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്തകൾ ഇങ്ങനെ കടന്നു വരും. ആ പ്രഭാഷണം നിങ്ങൾ കേട്ടുകൊണ്ടെന്നറിയില്ല, പഴയ പ്രഭാഷണമാണ് കേട്ടോ. ലോകാവസാനവും പരലോകവും മതത്തിലും ശാസ്ത്രത്തിലും എന്നുള്ള വിഷയം. പിന്നീട് കാലമൊക്കെ ഒരുപാട് വളർന്നു, മൊബൈലിൻ്റെ ഒരു യുഗമായി മാറി. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ടവരുടെ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു. പക്ഷേ ഈ ലോകാവസാനവും പരലോകവും മതത്തിലും ശാസ്ത്രത്തിലും എന്നുള്ള വിഷയം സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. പിന്നീടും അത് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂട്യൂബിൽ നിന്ന് ഞാൻ സെർച്ച് ചെയ്തു കുറേ മുന്നേ. അതിൽ കിട്ടി പ്രഭാഷണം. അതായത് 8 മണിക്കൂറോളം ആ പ്രഭാഷണത്തിൻ്റെ ഇതുണ്ട്. ഫുള്ള് പ്രഭാഷണമാണത്. അത് വീണ്ടും കേട്ടു, വല്ലാത്ത സന്തോഷം തോന്നി. പിന്നീടാണ് 2011 അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദിൻ്റെ പ്രഭാഷണം ലോകാവസാനം ഒരു വിളിപ്പാടകലെ എന്നുള്ള ആ പ്രഭാഷണം വന്നതോട് കൂടിയിട്ട് തന്നെ അദ്ദേഹം ഒരുപാട് അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനായി മാറിയ ഒരു പ്രഭാഷണമാണ് ലോകാവസാനം ഒരു വിളിപ്പാടകലെ. അപ്പോൾ ആ ഒരു പ്രഭാഷണത്തോടു കൂടി അത് ഞാൻ കേട്ടു. അത് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മുടെ പഴയ സമദാനി സാഹിബിൻ്റെ ഈ ഒരു പ്രഭാഷണം. അത് ഞാൻ അന്നൊക്കെ CD കടകളാണ്, 2011 CD കടകളുള്ള സമയമാണ്. ആ CD കടകളിലൊക്കെ ഈ ഒരു പ്രഭാഷണത്തെക്കുറിച്ച്, സമദാനി സാഹിബിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ചിട്ട് അന്വേഷിക്കുകയും എവിടെയും അത് കിട്ടാനില്ല എന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ആ പ്രഭാഷണം കിട്ടി. വല്ലാത്തൊരു പ്രഭാഷണമാണ്. നിങ്ങൾ കേട്ടവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടുകൊണ്ടോന്ന് എനിക്കറിയില്ല. അത്രയും ഒരു മികച്ച രീതിയിലുള്ള ഒരു പ്രഭാഷണമായിരുന്നു അത്. അതുപോലെ തന്നെ മാതൃസ്നേഹത്തോടുള്ള വിഷയങ്ങളൊക്കെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്ന പ്രഭാഷണങ്ങളൊക്കെ വളരെയേറെ ആകർഷണപരമായിട്ടുള്ള പ്രഭാഷണങ്ങളാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ഈ ലോകാവസാനവും പരലോകവും മതത്തിലും ശാസ്ത്രത്തിലും എന്നുള്ള വിഷയം. മദീനയിലേക്കുള്ള പാത, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണ ശൈലിയാണ് എനിക്കിഷ്ടം. പിന്നീട് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്, പരിചയപ്പെടാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടേ കാണും. അപ്പോൾ സമദാനി സാഹിബിനെ കുറിച്ചിട്ട് ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.